നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. വിവാദ മദ്യനയ കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം. ജൂൺ 1 വരെയാണ് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജൂൺ 2 തിരികെ കീഴടങ്ങണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ ജാമ്യം നൽകണമെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ജാമ്യം വോട്ടെടുപ്പ് വരെ മതിയാകുമെന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു. സുപ്രീംകോടതി ജസ്റ്റിസ് സജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. മദ്യനയ കേസിൽ ഇഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദില്ലി മുഖ്യമന്ത്രി സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. ഇഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്ത കെജ്രിവാൾ തനിക്ക് ജാമ്യം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തടസ്സമില്ല എന്നും അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്നുമാണ് പ്രതീക്ഷയെന്നും അഭിഭാഷകൻ പ്രതികരിച്ചു. എന്നാൽ കഴിഞ്ഞ തവണ തന്നെ ജാമ്യം നൽകുന്നത് എതിർത്ത് ഇഡി സുപ്രീംകോടതിയിൽ അഫിഡവിറ്റ് നൽകുകയുണ്ടായി. നിയമം എല്ലാവർക്കും തുല്യമാണെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണം മൌലികമോ ഭരണഘടനാപരമായോ നിയമപരമായ അവകാശമോ അല്ല എന്നും ഇഡി വ്യക്തമാക്കി. മാർച്ച് 21 കേജ്രിവാളിനെ ഇഡി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ നാളിതുവരെ ഒരു രാഷ്ട്രീയ നേതാവിനും ജാമ്യം നൽകിയിട്ടില്ല എന്നും കെജ്രിവാളിന് തന്റെ പാർട്ടി സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്താൻ അനുവദിക്കുന്നത് തെറ്റായ മാതൃക സൃഷ്ടിക്കുമെന്നും ഇഡി വാദിച്ചു. കേജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയാണ് എന്നും സ്ഥിരം കുറ്റവാളിയല്ല എന്നും ചൊവ്വാഴ്ച ഹർജി പരിഗണിക്കവേ സുപ്രീംകോടതി വ്യക്തമാക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ഇത് അസാധാരണ സാഹചര്യമാണ്. അദ്ദേഹം ഒരു സ്ഥിരം കുറ്റവാളിയല്ല. എന്നാൽ ജസ്റ്റിസുമാരായ സജീവ് ഖന്ന, ദീപാകർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വ്യക്തമാക്കിയത്. 123 തെരഞ്ഞെടുപ്പുകളാണ് 5 വർഷത്തിനിടെ രാജ്യത്തുണ്ടായത്. അന്നൊന്നും ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനും ഇടക്കാല ജാമ്യം നൽകിയിട്ടില്ല എന്നും ഇഡി ചൂണ്ടിക്കാട്ടി. ഇങ്ങനെ ജാമ്യം നൽകി തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിച്ചാൽ ജയിലിൽ കഴിയുന്ന കർഷകരും ചെറുകിട വ്യാപാരികളും അവരുടെ തൊഴിൽ സാഹചര്യം ചൂണ്ടിക്കാട്ടി ജാമ്യത്തിന് ശ്രമിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാൾ മത്സരിക്കുന്നില്ല എന്നും ഇഡി വ്യക്തമാക്കി. എന്തായാലും ഇഡിയുടെ ഇത്തരം നീക്കങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് കേജ്രിവാൾ ഒരു മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ഒരു സ്ഥിരം കുറ്റവാളിയല്ല എന്ന് പറഞ്ഞതിന്റെ അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടാണ് സുപ്രീം കോടതി ജൂൺ 1 വരെ കേജ്രിവാളിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ജൂൺ 2 ജയിലിലേക്ക് തിരിച്ചു കയറണമെന്ന വ്യവസ്ഥയോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചത്.